ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം. ഒരു നോമ്പുകാലത്തിൻ്റെ പര്യവസാനത്തിലേക്ക് നാം അടുക്കുന്നുവല്ലോ. ഇന്ന് ഹോശാന ഞായർ. നമ്മുടെ കർത്താവ് മരുക്കമില്ലാത്ത കഴുതക്കുട്ടിമേൽ രാജപട്ടണമായ യെരുശലേമിലേക്ക് രാജാവിനെ പോലെ പ്രവേശിച്ച ദിവസം. പാം സൺഡേ മാർക്സ് ദ ബിഗിനിങ് ഓഫ് പാഷൻ വീക്ക് ഫോർ ബിലീവേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്തെ അവസാനത്തേതും ഏറ്റവും സംഭവബഹുലവുമായ ആഴ്ചയെ നാം ഈ ദിനങ്ങളിൽ ധ്യാനിക്കുന്നു. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സംഭവം ഇത് നടക്കുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപേ സക്കറിയ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തതിൻ്റെ നിവർത്തീകരണം മാത്രമല്ല, ചർച്ച് ഹിസ്റ്ററിയിലെ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇവൻ്റായ പരിഭ്രമജനകമായ തൻ്റെ 2ാം വരവിൻ്റെ ഒരു സൂചന കൂടിയാണ് എന്ന് കരുതാം. അന്ന് താൻ സൗമ്യനായ രാജാവായി പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. ദേശനിവാസികളായ യഹൂദരും മറ്റും അതിന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ തൻ്റെ മടങ്ങി വരവ് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും അനേകം ദൂതരോടും കൂടെ തൻ്റെ വൃതന്മാരെ ചേർക്കുവാനായി വരുന്ന ആ ദിവസത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ ജനം കർത്താവിനെ എങ്ങനെ വരവേറ്റുവെന്ന് നാം വായിക്കുന്നു. അവർ വസ്ത്രങ്ങളും വൃക്ഷങ്ങളുടെ കൊമ്പുകളും വഴിയിൽ വിരിച്ചു. ദാവീദ് പുത്രന് ഹോശന എന്നവർ ആർത്തുകൊണ്ടിരുന്നു. ഈ കൂട്ടത്തിൽ യേശുവിനോടൊപ്പം നടന്നവരും താൻ ചെയ്ത അടയാളങ്ങളെ കണ്ടവരും തൻ്റെ വചനങ്ങളെ കേട്ടവരും താൻ നൽകിയ സൗഖ്യവും വിടുതലും അനുഭവിച്ചവരും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവർ യഥാർത്ഥത്തിൽ യേശു ആര് എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവോ? പിന്നെ എന്തുകൊണ്ടാണ് ഒരാഴ്ച തികയും മുമ്പേ അവനെ ക്രൂശിക്കുക എന്നവർ അട്ടഹസിച്ച് പറഞ്ഞത്? ആ യഹൂദജനം പ്രതീക്ഷിച്ചത് തങ്ങളെ റോമൻ ആധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് യേശു കർത്താവ് അവർക്കൊരു പൊളിറ്റിക്കൽ ഫ്രീഡം നൽകുമെന്ന്. അതല്ല കർത്താവിൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കിയവർ അവനെ പിന്നീട് തള്ളി പറയുവാൻ മടി കാണിച്ചില്ല. ഇതുപോലെ നാം കർത്താവിനെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതുമൊക്കെ കർത്താവ് ആരെന്ന് മനസ്സിലാക്കിയിട്ടാണോ? നന്ദി കരയേറ്റുവാൻ നമുക്ക് അനേകം വിഷയങ്ങളുണ്ടാകാം. എന്നാൽ നമ്മിൽ ഒരുവനായി ഈ ഭൂമിയിൽ നടന്ന് തൻ്റെ പീഠാനുഭവത്തിലൂടെ നമുക്ക് താൻ നേടിത്തന്ന സൗജന്യമായ രക്ഷയ്ക്കായി, തന്നോടുള്ള നിത്യതയ്ക്കായി നാം അവനെ സ്തുതിക്കാറുണ്ടോ? ഞായറാഴ്ചകളിൽ അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ട് മറ്റ് ദിവസങ്ങളിൽ ഈ ലോകത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ കർത്താവിനെ തള്ളിപ്പറയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാറില്ലേ? Have we indeed accepted him as the King of our hearts and the Lord of our lives? നമുക്ക് യേശു കർത്താവ് ഈ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാം. തന്നെ കാത്തിരിക്കുന്നത് എന്ത് എന്ന് യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു. He knew the road ahead was tough, yet he remained focused on his purpose and mission. താൻ നടന്നെടുക്കുന്നത് ലോകസ്ഥാപനം മുതൽ പിതാവാം ദൈവം തനിക്ക് ഒരുക്കിയ ആ വലിയ ദൗത്യത്തിലേക്കാണെന്ന് താൻ മനസ്സിലാക്കി. സകല മാനവകുലത്തിനും വേണ്ടി യാഗമായി തീരുക, ക്രൂശിൽ പാപത്തെയും മരണത്തെയും ജയിക്കുക, പാപത്തിൽ വീണുപോയ മനുഷ്യന് നഷ്ടമായ ദൈവതേജസ്സും സ്വർഗീയ ഏതിനും മടക്കി കൊടുക്കുക, പിതാവാം ദൈവത്തെയും തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെയും അകറ്റിയിരുന്ന വേർപാടിൻ്റെ നടുച്ചുവരിനെ തകർക്കുക എന്ന ദൗത്യത്തിൽ നിന്ന് ഒരാൾക്കും ഒരു സാഹചര്യത്തിനും തന്നെ അകറ്റുവാൻ സാധിച്ചില്ല. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടില്ലേ? താൻ ചെയ്ത സകലത്തിലും യേശു അന്വേഷിച്ചത് തൻ്റെ പിതാവിൻ്റെ ഹിതവും മഹത്വവുമാണ്. What drives us to the mission God has called us for today? സമവീക്ഷണ സുവിശേഷങ്ങളിൽ തുടർന്ന് വായിക്കുമ്പോൾ നാം കാണുന്നത് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന കർത്താവിനെയാണ്. അവൻ മേശകളെയും പീഠങ്ങളെയും മറിച്ചു കളയുന്നു. സൗമ്യനായി യെരുശലേമിലേക്ക് കടന്ന കർത്താവിൻ്റെ ഈ ഒരു ട്രാൻസിഷൻ നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം. This could be the only place in all of the New Testament that we read of Jesus being consumed, that too by the zeal for the house of the Lord. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട തൻ്റെ പിതാവിൻ്റെ ആലയം മറ്റൊരു പേർപ്പസിനായി ഉപയോഗിക്കുന്നത് കണ്ട യേശു നീരസപ്പെട്ടു. അതുവരെ തന്നെ വാഴ്ത്തിപ്പാടിയ ജനത്തിൻ്റെ സ്തുതിഗീതങ്ങളിൽ താൻ മതിമറന്നുപോയില്ല. He wasn't worried about hurting their feelings. All that mattered to him was doing the Father's will. കൈപ്പണിയായ ഒരു സ്ട്രക്ചറായ ദേവാലയത്തെക്കുറിച്ച് യേശു കർത്താവിന് ഇത്രയധികം എരിവുണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച് എത്രയധികം. അവൻ്റെ മഹത്വം വസിക്കുവാനായി
തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നാം അവിടുത്തെ ഹിതത്തിന് എതിരായാണോ ഇന്ന് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. ഈ നോമ്പുകാലം നമ്മെ വിട്ടകലുമ്പോൾ ഈ കാലയളവിൽ നാം സ്വീകരിച്ച നല്ല ശീലങ്ങളെ നിലനിർത്തുവാനും നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകാവുന്ന സുഖകരമല്ലാത്ത ശീലങ്ങളെ പാടെ ഉപേക്ഷിക്കുവാനും ഓരോ ദിവസവും കർത്താവിനോട് ഒരു പടി കൂടി അടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാം. സ്വീകരിക്കൻ ഹൃദയം, അത് നിൻ സിംഹാസനം, ഞാനല്ല എൻ രാജാവേ, നീ അതിൽ വാഴണമേ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.